എല്ലാവരുടെയും വായടച്ചൊരു സീസണായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ലെവർക്യൂസിൻ്റെ ജേണി തുടങ്ങുന്നത് ലൈക്ക് 2 കൊല്ലം മുമ്പൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഓൾമോസ്റ്റ് വളരെ താഴെയുള്ള ഒരു ടീമായിരുന്നു, വളരെ മോശ സ്ഥിതിയിലുണ്ടായിരുന്ന ഒരു ടീമാണ്. 16th 17th മറ്റേ ആയിരുന്നു അവർ. സോ ഓൾമോസ്റ്റ് റെലഗേറ്റഡ് കേഴ്സ്ഡ് ടീമായിരുന്നു അല്ലേ. അതുകൊണ്ട് അവർക്ക് ആക്ച്വലി ഇന്റേണലിയും പ്രശ്നങ്ങളുണ്ടായിരുന്നു ആൻഡ് ഫാൻസും അത്ര ഹാപ്പി അല്ലായിരുന്നു. നീ പറഞ്ഞ ഒരു കേഴ്സ് അതൊരു ഫാക്ടർ ആവാം. ബട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ടീമിൽ ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ഹീറോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്, പക്ഷെ അവരെ ആ ഒരു സിസ്റ്റമിൽ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു BGM പോടുറാ. അതും ന്യൂ സിസ്റ്റം, പുതിയ സിസ്റ്റം. മിക്സ് ഓഫ് പെപ് ഗാർഡിയോള, കാർലോ. അല്ല അതാണ് നമ്മൾ എത്ര പേർക്ക് ശരിക്കും ഗൂസ് ബംസ് ആട്ടോ പുള്ളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ. ആൻഡ് ഒബ്വിയസ്ലി ആസ് എ മാനേജർ ചാബി അലോൺസോന്റെ മേലെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം റൈറ്റ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്, ലൈക്ക് ജനിച്ച് വീണ് 4 വയസ്സ് തൊട്ട് തന്നെ ഫുട്ബോൾ തന്നെ കണ്ട് ഫുട്ബോളിൽ തന്നെ ജീവിച്ച് വളർന്ന് അതിലൂടെ തന്നെ വന്ന ഒരാളാണ്. ആൻഡ് ഫുട്ബോൾ കളിക്കുക മാത്രമല്ല, ഫുട്ബോൾ കോച്ചിങ്ങിലൂടെയും ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസസ് ഉള്ളൊരു മാനേജറാണ്. സോ അത് പല മാനേജേഴ്സും, ഹോസെ മൊറീനിയോ തന്നെ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ലൈക്ക് because he has seen every top manager, he has worked under every top manager. So അത്രയും ഒരു വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിട്ടും ബട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അൺബീറ്റബിൾ സ്ട്രീക്ക് ഉണ്ടാക്കും, ഇങ്ങനെ ഒരു ഇൻവിൻസിബിൾ ടീം, അതും ബയേണിനൊക്കെ ഇത്ര പോയിന്റിനൊക്കെ വെട്ടിച്ച് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര ചില്ലറ കാര്യമല്ല. അതും ഇറ്റ്സ് നോട്ട് ഓൺലി ഓൺ ലീഗ്. ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. സോ 8 വിന്നേഴ്സ് എത്രയായി? എടാ ലിറ്ററലി 90 കഴിഞ്ഞു. ഇവരുടെ ഫസ്റ്റ് ഡിഫീറ്റ് ഇതാ വന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈം ആയിരിക്കും. ടഫാവും ഇതാ കിടക്കുന്ന ഡ്രോ അല്ലെങ്കിൽ ലീഡ്. അത് ആരൊക്കെ വന്നടിക്കും, ഇന്നൊരാളെന്നില്ല. ചിലപ്പോൾ അവരുടെ മറ്റേ റൈറ്റ് ബാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. പിന്നെ ഏതാ ഒരു ചെക്കനുണ്ടല്ലോ, ഫ്ലോറിയൻ വിർട്സ്, എന്താ ചെക്കൻ്റെ കളി. അല്ല ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുമോ, ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു DNA ഉള്ള ടീമിന്, റിയൽ മാഡ്രിഡ് പോലുള്ളൊരു ടീമിന് അത് ചെയ്ത് കഴിഞ്ഞാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കംബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് എ മിറാക്കിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി തള്ളാം. പക്ഷെ ഒരു ഹിസ്റ്ററിയും ഇല്ലാത്ത, ഐ മീൻ ബയർ നെവർകൂസൻ എന്ന് വിളിക്കുന്ന ഒരു ക്ലബ്ബാണ്. അവർക്ക് DNA എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സീസൺ കൊണ്ട് ചാബി അലോൺസോ ട്രാൻസ്ഫോർം ചെയ്യണമെന്ന് അറിയിക്കുമ്പോൾ അത് ഞെട്ടിക്ക് തന്നെ ചെയ്യും കേട്ടോ. ആ മെന്റാലിറ്റി എത്ര ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ. യാ ദാറ്റ്സ് എ ജീനിയസ് അറ്റ് വർക്ക്. കാരണം ഈവൻ അവൻ കൊണ്ടുവന്ന ട്രാൻസ്ഫർ നോക്കും, ലൈക്ക് ഗ്രാനിറ്റ് ജാക്ക, ഗ്രിമാൽഡോ ഒക്കെ ഫ്രീ ആയിട്ടാ വന്ന്. സോ ഹീസ് എ ജീനിയസ്, എന്ത് പറയാനാ. ഐ തിങ്ക് ഹി വിൽ ഡു ബെറ്റർ തിങ്സ് ആൻഡ് ഗ്രേറ്റർ തിങ്സ്. ഷാക്കൊക്കെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയിരുന്ന ആൾക്കാർ എത്ര ഹേറ്റ് ചെയ്ത, ഐ തിങ്ക് ആർസണലിൽ എത്രയോ കൂടുതൽ ഹേറ്റ് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു അത് സീസൺസ് കാലങ്ങളായിട്ട്.